ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ പുതിയ മന്ത്രിസഭയുടെ കോമ്പിനേഷൻ വളരെ വ്യത്യസ്തമാണ് എന്ന് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 21 മന്ത്രിമാരിൽ 14 പേരും പുതുമുഖങ്ങൾ ആണെന്നുള്ളതാണ്. പുതുമുഖങ്ങളാണ്. ജയിച്ചു വന്നവരിൽ ബഹുഭൂരിപക്ഷവും പുതുമുഖങ്ങളാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അതേസമയം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രത്തിനിടയിൽ മുഖ്യമന്ത്രി തന്നെ പുതുമുഖമാകുന്നതും ആദ്യത്തെ അനുഭവമാണ്. മുഖ്യമന്ത്രി പുതുമുഖമായിരിക്കുന്നു, ഒപ്പം തന്നെ 13 മന്ത്രിമാരും പുതുമുഖമായിരിക്കുന്നു. വെറും 7 മന്ത്രിമാർ മാത്രമാണ് പരിണിതപ്രജ്ഞർ, അല്ലെങ്കിൽ നേരത്തെ മന്ത്രിമാർ ആയിരുന്നവർ എന്ന് പറയാവുന്ന. അതിൽ തന്നെ വളരെ ശക്തമായി പല തവണ മന്ത്രിമാരായവരുടെ എണ്ണമൊക്കെ തന്നെ വളരെ കുറവുമാണ്. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാലമൊന്നും അദ്ദേഹം മന്ത്രി ആയിരുന്നിട്ടില്ല. അതുപോലെയുള്ള ഒരു കോമ്പിനേഷനാണ് ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. CPN ഇല്ല, അതിൻ്റെ ഗുണങ്ങളുമുണ്ട് ദോഷവുമുണ്ട്. ദോഷം എന്തായിരിക്കും? അതിൻ്റെ പ്രധാനപ്പെട്ട ദോഷം എന്തായിരിക്കും? പലപ്പോഴും ക്യാബിനറ്റിലേക്ക് പുതുതായിട്ട് വരുന്ന മന്ത്രിമാരെ പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർ തന്നെ നിയമിക്കുന്ന, അല്ലെങ്കിൽ അവർ നിർദ്ദേശം സ്വീകരിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, IAS പോലെയുള്ള കേഡറൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പുതിയ മന്ത്രിയായി വരുന്ന ആളുകളെ ചില കാര്യങ്ങൾ പെട്ടെന്ന് തെറ്റായ തരത്തിൽ നയിക്കാൻ കഴിഞ്ഞേക്കാം. അതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, പ്രായോഗികമായി നോക്കൂ, സമരങ്ങളിലൂടെയും പിന്നെ സംവാദങ്ങളിലൂടെയൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഉയർന്നു വരുന്നത്. പക്ഷെ മന്ത്രി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാകുമ്പോൾ പൊതു ഇടങ്ങളിലും മറ്റും മന്ത്രി എന്ന തരത്തിൽ അവർ നടത്തേണ്ട ചില ഇടപെടലുകൾക്ക് ഈ പരിചയക്കുറവ് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയൊന്നും അല്ല. അന്നുകൂടി നമുക്ക് 1957 കേരളത്തിലെ മന്ത്രിസഭയിലെ എല്ലാവരും നമ്മൾ പറഞ്ഞ് ചെറുതാക്കാൻ കഴിയില്ല. അതേസമയം പുതിയ ആളുകൾക്ക് പുതിയ ചില സാധ്യതകളുണ്ട്. അതിന് വ്യവസ്ഥാപിതമായ പല രീതികളെയും മറികടക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി, കാര്യങ്ങൾ ഗൗരവതരമായി പഠിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നവർക്ക് കഴിയും. ഇവിടെയാണ് ശ്രീ VD സതീശൻ എന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ ഒരു കരുത്ത് തെളിയിക്കുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവതരമായി ഗൃഹപാഠം ചെയ്ത് പ്രസംഗങ്ങൾ നടത്തുകയും ബദലുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന തരത്തിൽ അദ്ദേഹം ഈ മുഴുവൻ മന്ത്രിമാരുടെയും ലീഡർ എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഇച്ഛാശക്തിയും ഇടപെടലിൻ്റെ ഒരു സുതാര്യതയും തീർച്ചയായും ഒരു ആവേശമായി മറ്റു മന്ത്രികളിലേക്ക് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതുണ്ട്. അതായത് ഈ എന്താണ് പഴമയെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പൊ കാലം മാറുകയാണ്. നമുക്കറിയാലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോകമാണ്. ആ ലോകത്ത് എല്ലാം പഴയ പരിണിതപ്രജ്ഞത വേണമെന്ന് ആവശ്യപ്പെടുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നതിലോ ഒന്നും അർത്ഥമില്ല, അല്ലേ? മാത്രമല്ല, മന്ത്രിമാർ മാത്രമല്ലല്ലോ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദവും കൂടെയാണ്. ഉദ്യോഗസ്ഥർ ഏറ്റവും മികച്ച എക്സ്പെർട്ടുകളെ തിരഞ്ഞെടുക്കുക, ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുക, പിന്നെ നല്ല ഭാവന ഉണ്ടാവുക. ഭാവനാത്മകമായിരിക്കണമല്ലോ. നല്ല ഭരണം വേണമെങ്കിൽ ഭാവനാത്മകമായിരിക്കും. പിന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യം വേണം, ആവേശം വേണം. പിന്നെ ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ അവരുടെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും സാമൂഹ്യ വിഷയങ്ങളിൽ വളരെ ഗൗരവമായി ഇടപെടുന്ന ആളുകളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും എന്ന് നല്ലതിനെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ സാധ്യത പഴയ കാലത്തേക്കാൾ നിലവിലിവിടെ ഉണ്ട്. അതുകൊണ്ട് പുതുമുഖങ്ങൾ വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നോ, പഴയ മുഖങ്ങൾ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സുരക്ഷിതമാകുമെന്നോ നമുക്ക് പറയാം. അല്ല, ഇതിപ്പം പുതുമുഖമെന്ന് നമ്മൾ പറയാൻ ഉദാഹരണം OJ ജനീഷ് പുതുമുഖമാണ്. അദ്ദേഹം KSUവിന്റെ നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് വന്നത് ആദ്യമായിട്ട് MLA. പക്ഷെ ആദ്യമായി മന്ത്രിയാകുന്ന ഒരാളുണ്ട്, അതായത് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് ആദ്യത്തെ MLA അല്ല, പക്ഷെ അദ്ദേഹം മന്ത്രിയാവുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് പുതുമുഖം, മന്ത്രിയിലെ പുതുമുഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്, അല്ലേ? അഡ്വക്കേറ്റ് എക്സ്പീരിയൻസ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അതിനകത്തൊരു മിക്സ് ഉണ്ട്. ഇങ്ങനെ എന്താണ്, പുതുമുഖങ്ങൾ ആയിരിക്കെ തന്നെ അവർ ഭരണപരമായ കാര്യത്തിൽ മന്ത്രി ആയിട്ടില്ല മാത്രമല്ല, ആദ്യമായിട്ട് മന്ത്രിയാവുന്ന K മുരളീധരൻ വളരെ കുറച്ച് 6 മാസം അദ്ദേഹം മന്ത്രിയായിരുന്ന 6 മാസമാണ്. വൈദ്യുതി മന്ത്രിയായിട്ട് 6 മാസം വർക്ക് ചെയ്തിട്ട് അദ്ദേഹം പോയി ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടാണ് അദ്ദേഹം മന്ത്രി. അദ്ദേഹത്തിൽ നമ്മൾ അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. അത് വേണമെങ്കിൽ മുഖ്യമന്ത്രി പോലും ആകാൻ പറ്റുന്ന പ്രഗത്ഭമതിയായ പ്രായോഗിക ബുദ്ധിയുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ വേണം കാണാനുണ്ട്. അത് ഇത് തീർത്തും ഒരു പുതുമുഖങ്ങളായിട്ട് അല്ല കാണേണ്ടത്, അല്ലേ? അതെ, അങ്ങനെയാണ് കാണേണ്ടത്. പിന്നെ അതേസമയം
ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ നോക്കൂ, രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനം പല കാര്യങ്ങളിലും പരിചയസമ്പന്നരല്ലാത്ത മന്ത്രിമാരുള്ളത് ഒരു കുഴപ്പമാണെന്ന തരത്തിൽ ചില വിമർശനങ്ങൾ ഉയർന്നു. വസ്തുത അതല്ല. അപ്പോൾ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കാൻ കഴിയും. അതേസമയം ഈ മാറിയ കാലത്തും മാറിക്കൊണ്ടിരിക്കുന്ന മലയാളികൾക്കും സംവേദനക്ഷമമായി ഇടപെടാൻ ഉള്ള ഒരു കരുത്ത് ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ പ്രത്യേകം കാണിക്കണം. ഈ കാര്യത്തിലൊക്കെ ശ്രീ വി ഡി സതീശൻ ഇതുവരെ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മെയ് വഴക്കം വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതേസമയം എനിക്ക് എപ്പോഴും ഉത്കണ്ഠയുള്ളൊരു കാര്യം, ഞാൻ മന്ത്രിമാർ ആരായിരുന്നാലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കുകയും ഒരുപക്ഷെ കൂടുതൽ അപവാദങ്ങൾക്കോ ഇല്ലെങ്കിൽ സുവാദങ്ങൾക്കോ അവസരം ഉണ്ടാക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു കാലത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ്. വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളെ സംബോധന ചെയ്യേണ്ടി വരും. ധനകാര്യ വകുപ്പ് നേരിട്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. ധനകാര്യ വകുപ്പ് തന്നെ വളരെ വിപുലമായ ഒരു വേദിയാണ്. അതാണ് അവിടെ അതെ, എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ ഫണ്ട് കൃത്യമായി നൽകുക, ബജറ്റ് തയ്യാറാക്കലൊക്കെ നീണ്ട പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഈ ഭാവനാസമ്പന്നനായ വി ഡി സതീശൻ അത് ചെയ്യാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആരോഗ്യവകുപ്പാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നിരന്തരമായി ആവശ്യവുമായി പോകുന്ന, പക്ഷെ അതിപ്പം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ആരോഗ്യവകുപ്പ് പ്രതീക്ഷിച്ചിരുന്ന ആളല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയാവുന്നത്. എ പി അനിൽകുമാറാണ് ആവുന്നത്. അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്, ടൂറിസം മന്ത്രി. അദ്ദേഹം നേരത്തെ മന്ത്രി ആയിരുന്നു. പക്ഷെ എന്നാലും മുരളീധരനെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷ തെറ്റി. പോട്ടെ, അത് നമുക്ക് ആരായാലും. പക്ഷെ എന്തായാലും തലവേദന ഉണ്ടാക്കുന്ന ഒരു വകുപ്പാണ്.